ഇന്നൊരു സേമിയ ബിരിയാണി ആയാലോ? അനിലിൻ്റെ റോസ്റ്റഡ് വെർമിസെല്ലി എടുത്തിട്ടുണ്ട്. ഒരു പകുതി സവാള, ഒരു ചെറിയ തക്കാളി, 2 വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി, ഒരു പച്ചമുളക്. ആദ്യം ഈ വെർമിസെല്ലിനെ ഒന്ന് ചൂടാക്കിയെടുക്കാം. ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കുന്നുണ്ട്. ഇതൊരു പാക്കറ്റ് ഉണ്ടെങ്കിൽ 2 പേർക്ക് വയറ് നിറച്ച് കഴിക്കാനുള്ളതുണ്ടാവും കേട്ടോ. ഒരു പാക്കറ്റിൻ്റെ ഇത് വന്നിട്ട് 28 റുപ്പീസ് അത്ര തന്നെ ഉള്ളൂ. നമുക്കിപ്പോൾ ശ്രദ്ധ വിട്ട് പോയപ്പോഴേക്കും ഒന്ന് അടി പിടിച്ചിട്ടാ. ഇഞ്ചി വെളുത്തുള്ളിയിലെ ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. നമ്മുടെ സെയിം ബിരിയാണിയുടെ പ്രോസസ്സ് തന്നെ, പക്ഷേ നീറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ നല്ലൊരു സ്മെല്ലും ഫ്ലേവറും. കുറച്ച് ഓയിൽ ഒഴിച്ചു, സൺഫ്ലവർ ഒഴിച്ചു, പിന്നെ അതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു. അതൊന്ന് മെൽറ്റായി വരട്ടെ. പിന്നെ അതിലേക്ക് ഒരു നുള്ള് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് പൊട്ടിയതിന് ശേഷം സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ മല്ലിയില വേണം കേട്ടോ. പുതിന വേണ്ട, മല്ലിയില മാത്രം. ഇതെല്ലാം കൂടി നല്ലോണം ഇട്ട് സോഫ്റ്റായി വരണ വരെ ഇളക്കി കൊടുക്കുക. നല്ലോണം മിക്സ് ആക്കുന്നുണ്ട്. അത് നല്ലോണം ഒന്ന് വാടി വരണം കേട്ടോ. എൻ്റെ പച്ച ടേസ്റ്റൊക്കെ പോകണം. ഇത്രയും നേരം നല്ലോണം വാട്ടുക. ഇനി നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചില്ലേ, അത് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് എറണാകുളത്തൊന്നും ഇങ്ങനത്തെ ഒരു ഇതില്ല കേട്ടോ. ഇവിടെ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് അവിടെ ഈ സേമിയ കിട്ടുമോ എന്ന് എനിക്കറിയില്ല. ഇത് പാലക്കാട് അവൈലബിൾ ആണ്, എല്ലാ ഷോപ്പിലും ഉണ്ട്. പിന്നെ കുറച്ച് മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. പച്ചമുളക് നമ്മൾ ഒരെണ്ണം ഇട്ടു, അപ്പോൾ അതിനനുസരിച്ച് എരിവ് നോക്കിയിട്ട് മുളക് പൊടി ഇടുക. ആ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ കുറച്ച് ഗരം മസാല, പട്ട ഗ്രാമ്പു ഏലക്ക പൊടിച്ചതാണ് കേട്ടോ. അതും ഇട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ആ ഒരു പച്ച സ്മെല്ല് മാറിയതിന് ശേഷം ഏകദേശം ഇത് മുങ്ങിക്കിടക്കാനുള്ള വെള്ളം, മെഷർമെൻറ്റ് പ്രത്യേകിച്ചൊന്നുമില്ല. ഇപ്പം ഞങ്ങൾക്കൊരു കപ്പുണ്ട്, ആ കപ്പിലൊരു കപ്പ് ഒഴിച്ചാൽ ശരിക്കും ഇത് മുങ്ങിക്കിടക്കാവുന്ന അത്ര വെള്ളം ഒഴിക്കാം. ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതൊന്ന് തിളയ്ക്കട്ടെ. ഈ സെയിം സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്ക് റവ ഉപ്പുമാവ് ഉണ്ടാക്കാൻ വിചാരിച്ചു. ഗോതമ്പ് റവ ഉപ്പുമാവ്. അതിന് വേണ്ടി കുക്കർ വെച്ചു, ഓയിൽ ഒഴിച്ചു, നെയ്യിട്ടു, പിന്നെ കടുകിട്ടു. നമ്മളിത് തിളയ്ക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് നമ്മുടെ സേമിയ ഇട്ട് കൊടുക്കാം. മൂടിയൊന്നും വെക്കണ്ട കേട്ടോ. മൂടി വെച്ച് കഴിഞ്ഞാൽ വെള്ളം വറ്റാൻ ഇത്തിരി ബുദ്ധിമുട്ടാവും. കാരണം ഈ ഒരു മുങ്ങിക്കിടക്കുന്ന രീതിയിൽ അത്ര വെള്ളം ഒഴിക്കുക. അത് വരുന്ന വറ്റട്ടെ. ഓൾമോസ്റ്റ് പെട്ടെന്നാകും. സേമിയത്തിന് വേവ് അറിയാമല്ലോ. നമുക്ക് വീട്ടിൽ ഡിന്നറിന് ഒരു 2 റെസിപ്പിയെങ്കിലും 2 ഡിഷെങ്കിലും ഉണ്ടാവണം. അതൊരു മസ്റ്റാണ് ഇവിടെ. അപ്പോൾ കൂടെ റവ ഉപ്പുമാവ് ഉണ്ടാക്കുന്നുണ്ട്. ഓരോ കടുകും പൊട്ടുന്നുണ്ടോ എന്ന് ഞാൻ നോക്കുന്നുണ്ട്. ഇട്ട എല്ലാ കടുകിനെയും പൊട്ടിച്ചിട്ടേ അടുത്ത സവാള ഇടുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ. എല്ലാം പൊട്ടി വരുന്നുണ്ട്. ഇനി അതിലേക്ക് സവാള, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി ഇടുന്നില്ല, മല്ലിയില, വേപ്പില ഇടുന്നുണ്ട്. മറ്റേതിൽ വേപ്പിലയില്ല, ഇതിൽ വേപ്പിലയുണ്ട്, വെളുത്തുള്ളി ഇല്ല. ഓക്കെ, തക്കാളി ഇട്ടു, അതൊന്ന് ഇതായി വരട്ടെ. പിന്നെ ഇതിലേക്ക് വെള്ളം ഒഴിക്കുക. ഒരു വിസിൽ വെക്കണം കേട്ടോ, റവ ആയതുകൊണ്ട്. റവയല്ല, ഗോതമ്പ് റവ. അതിനിത്തിരി വേവുണ്ട്. ഒറ്റൊരു വിസിൽ വെച്ചാൽ മതി, സെറ്റായിക്കോളും. ഇത് വിസിലൊന്നും വേണ്ട. അങ്ങനെ നല്ലോണം മിക്സ് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ വേപ്പിലയും മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇൻഗ്രീഡിയൻസ് ഒക്കെ സെയിം തന്നെ. പിന്നെ എന്തൊരു വിസിൽ വെക്കണമെന്ന് മാത്രമേ ഉള്ളൂ. വെള്ളം ഒഴിച്ച് കൊടുത്തു, ഉപ്പിട്ടു, ഉപ്പ് നോക്കിയിട്ട് ഇടും. പിന്നെ ഇതിൽ മുളക് പൊടി ഇടുന്നില്ല കേട്ടോ. മുളക് പൊടിയും ഗരം മസാലയും ഇല്ല. ഇത് നമ്മുടെ സേമിയ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. റവ ഉപ്പുമാവ് ഇവിടെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതെടുക്കാനുള്ള ക്ഷമയില്ലാത്തതുകൊണ്ട്. പിന്നെ ഇതിൻ്റെ ഒപ്പം കൂട്ടി കഴിക്കുന്നത്
ചട്നിയാണ്. അപ്പോൾ ഓക്കെ ബൈ.